വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. ഒരു ശാബത ദിവസം യേശു വിളഭൂമിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരി കൈകൾ കൊണ്ട് തിരുമ്മി തിന്നുകൊണ്ടിരുന്നു. പരീശന്മാരിൽ ചിലർ അവരോട്, ശാബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നതെന്ത് എന്ന് ചോദിച്ചു. യേശു ഉത്തരമായി അവരോട്, തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? അദ്ദേഹം ദേവാലയത്തിൽ കടന്നു ചെന്ന് പുരോഹിതർക്ക് മാത്രമല്ലാതെ മറ്റുള്ളവർക്ക് ഭക്ഷിപ്പാൻ അവകാശമില്ലാത്ത കർത്തൃമേശയിലെ അപ്പമെടുത്ത് താൻ ഭക്ഷിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? താൻ അവരോട്, മനുഷ്യപുത്രൻ ശാബത്തിൻ്റെയും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു ശാബത്തിൽ താൻ സംഘാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവിടെ വലംകൈ വരണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് കുറ്റാരോപണം നടത്തുവാൻ താൻ ശാബത്തിൽ അവനെ സുഖപ്പെടുത്തുമോ എന്ന് സ്വപ്രയന്മാരും പരീശരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. താനാകട്ടെ അവരുടെ ആലോചന ഗ്രഹിച്ചിട്ട് ആ കൈ വരണ്ട മനുഷ്യനോട്, നീ എഴുന്നേറ്റ് സംഘത്തിൻ്റെ മധ്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു. അവൻ വന്നു നിന്നപ്പോൾ യേശു അവരോട്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശാബത്തിൽ എന്ത് ചെയ്യുന്നതാണ് വിഹിതം? നന്മയോ തിന്മയോ? ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ? താൻ അവരെയെല്ലാം സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട്, നീ നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി. അത് മറ്റേ കൈ പോലെ സ്വസ്ഥമായി. അവരാകട്ടെ അസൂയ നിറഞ്ഞ് ഈ യേശുവിനോട് എന്ത് ചെയ്യണം എന്ന് അന്യോന്യം പറഞ്ഞു. കർത്താവേ, നിന്റെ സ്ലീബ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് വഴിയും പാലവുമായിരിക്കുകയും അതിൽ കൂടി അവർ സന്തോഷങ്ങളുടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ.